അങ്ങനെ അൽഹംദുലില്ലാ നമ്മുടെ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ 21ാമത്തെ ദിവസമാണല്ലേ ഇന്ന് തെറാപ്പിയുടെ. അൽഹംദുലില്ലാ ടോട്ടൽ നമുക്കിന്ന് 81ാമത്തെ ക്ലാസ് ആണ്. എന്നാൽ നമ്മുടെ തെറാപ്പിയിലേക്ക് കടന്നിട്ട് നമുക്കിന്ന് 21ാമത്തെ ദിവസം പൂർത്തിയാവുകയാണ്. അപ്പം അൽഹംദുലില്ലാ നമുക്കറിയാൻ വേണ്ടി പറ്റും ഏതൊരു തെറാപ്പി എന്ന് പറയുമ്പോൾ അതൊരു ട്രീറ്റ്മെന്റ് ആണ് എന്നുള്ളത് ആ വേർഡ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ 21 ദിവസം നമ്മൾ അൽഹംദുലില്ലാ ഈ ഒരു ട്രീറ്റ്മെന്റിലൂടെ പോയപ്പോൾ നമുക്ക് എന്താണ് ഇതിൽ നിന്നും ലഭിച്ചിരിക്കുന്നുള്ളത്. നമ്മൾ ഏതൊരു ട്രീറ്റ്മെന്റിലേക്ക് പോകുമ്പോഴും നമുക്ക് ഏതേലും ഒരു അസുഖം മാറുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കും നമ്മൾ ഒരു ട്രീറ്റ്മെന്റിലേക്ക് പോവുക എന്നുള്ളത്. അപ്പൊ അതുപോലെ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഈ ഒരു തെറാപ്പിയിലേക്ക് നമ്മൾ വന്നതുകൊണ്ട്, ഈ ഒരു തെറാപ്പി നമ്മൾ ചെയ്തത് കൊണ്ട് നമുക്ക് എന്ത് ബെനിഫിറ്റ് ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് ലൈഫ് ലോങ് ഇത് നിലനിൽക്കണ്ടേ, നമുക്ക് കുറച്ച് ദിവസത്തേക്ക് മാത്രം ഉള്ളൊരു സംഭവമല്ല. അപ്പൊ നമുക്ക് ഈ ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളിലേക്ക് ഹാപ്പി ഹോർമോൺസ് കൂടുതലായിട്ടും ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഡോപ്പോമിൻ പോലെയുള്ള ഹാപ്പി ഹോർമോൺസിന്റെ കൂടുതൽ ഉൽപാദനത്തെ സഹായിക്കുക എന്നുള്ളതും കൂടി നമ്മുടെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി നമ്മൾ ചെയ്യലോട് കൂടി ഉണ്ടാവും. ഈ ഡോപ്പോമിൻ പോലെയുള്ള ഹാപ്പി ഹോർമോൺസ് നമ്മളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയത്ത് ഏതൊക്കെ രീതിയിലുള്ള പോസിറ്റീവാണോ നമുക്ക് ലഭിക്കുന്നുള്ളത്, അത് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഡോപ്പോമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. നമുക്കറിയാം, നമ്മൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ജസ്റ്റ് വൺ മൊബൈലിൽ ഒരു വീഡിയോ സ്ക്രോൾ ചെയ്ത് കാണുകയാണെങ്കിൽ പോലും നമുക്ക് ഡോപ്പോമിൻ ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ ആ ഡോപ്പോമിന്റെ ഉൽപാദനം ഒരു പോസിറ്റീവിലോട് കൂടിയിട്ടാണ് നമ്മളിലേക്ക് ഉൽപ്പാദിപ്പിക്കുക എന്നുണ്ടെങ്കിൽ നമുക്കതിന് അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ജേണലിലൂടെ ഓരോ ദിവസവും നമ്മളുടെ ഒരു പ്രഭാതത്തെ ആ ഒരു അവസ്ഥയിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നമ്മൾക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റും. ഇനി എല്ലാ ദിവസവും ഇത് നിങ്ങൾ ഒന്നുകിൽ രാത്രി ഉറങ്ങുന്നതിന്റെ മുമ്പായിട്ടോ അതല്ലെങ്കിൽ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് സുബഹി നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്ന കുറച്ച് സമയങ്ങളിലോ ഇത് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ EFT ക്ലാസ്സും കൂടി അറ്റൻഡ് ചെയ്ത കുറച്ച് പേരുണ്ട്. അപ്പൊ ഇവർക്കും ഇതിനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ആ EFT ക്ലാസ്സിന്റെ ഭാഗമായിട്ട് ഇവിടെ നമ്മൾക്ക് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഇനി നാളെ മുതൽ തുടങ്ങുന്ന നമ്മുടെ ഫോർഗീവ്നെസ് ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ക്ലാസ് ഒരു 6 ഡേ വർക്ക്ഷോപ്പിലേക്ക് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് ഇത് ലൈഫ് ലോങ് നിങ്ങളുടെ ഭാഗമാക്കി മാറ്റുകയാണെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് അതിൽ തന്ന പ്രക്രിയ ഈ ഒരു മേഖലയിലൂടെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ റിസൾട്ട് കൂടിക്കൊണ്ടിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ അതിനെ ഫോളോ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇനി ഇത്രയും ദിവസം നിങ്ങളോട് 33 പോയിന്റ് ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ 33 പോയിന്റ്സ് എഴുതണമെന്നില്ല. ടൈം ഉണ്ടെങ്കിൽ എഴുതണമെങ്കിൽ എഴുതിക്കോ, എഴുതണ്ട എന്നല്ല. പക്ഷെ 33 പോയിന്റ് അല്ല, കണ്ടിന്യൂ ചെയ്യാന്നുള്ളത് ഒരു 3-5 പോയിന്റ് എങ്കിലും നിങ്ങൾ ഡെയിലി എഴുതി വെക്കുക. അത് ഒരു ദിവസവും മുടങ്ങാതെ നമ്മളൊരു കൺസിസ്റ്റൻസ് ആയിട്ട് ഇത് പോകുന്ന സമയത്താണ് ഏതൊരു വിഷയവും ചെറുതോ വലുതോ എന്നുള്ളതിലപ്പുറത്തേക്ക് ചെയ്യുന്നത് സ്ഥിരമായി ചെയ്യുക, കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നുള്ള ഒരു അമല് എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് എത്ര പറ്റുന്നുവോ, ഏതെങ്കിലും ഒരു ദിവസം തിരക്കായി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പോയിന്റ്സ് എങ്കിലും എഴുതിയിട്ട് നിങ്ങൾ അതിനെ തുടരാൻ വേണ്ടി നോക്കുക. അപ്പൊ എല്ലാ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ അതിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ വേണ്ടി നോക്കുക ഇൻഷാ അല്ലാഹ്. അപ്പൊ ഈ ഗ്രാറ്റിറ്റ്യൂഡിന്റെ നമ്മൾ ഈ ഒരു തെറാപ്പിയിൽ ഇത്രയും ദിവസം നമ്മൾ പോയപ്പോൾ ഉണ്ടായ ആ ഒരു ബെനിഫിറ്റ് നിങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ, എല്ലാ ദിവസവും നിങ്ങൾ ഇത് തുടർന്നു കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ അറിയാത്ത രീതിയിൽ നിങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. അതേപോലെ നമുക്കറിയാൻ വേണ്ടി പറ്റും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഓരോ ചിന്തയാണ്. ഞാൻ ഇന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്നലെകളുടെ ചിന്തകളിൽ നിന്നായിരിക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇനിയുള്ള വരും ദിവസങ്ങളിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നുണ്ടെങ്കിൽ അത് ആദ്യമായിട്ട് നമ്മൾ കൊണ്ടുവരേണ്ടത്, നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ചിന്തകളിലാണ്. നമ്മൾ ഒരു സ്ഥലത്തേക്ക് യാത്ര പുറപ്പെടുമ്പോൾ അവിടെ നമ്മൾ ഒരു ലൊക്കേഷൻ ഓണാക്കി നമ്മൾ ആ ഒരു ഡെസ്റ്റിനിയിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അതേപോലെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യത്തെ, നമ്മുടെ ജീവിതത്തിന്റെ ഒരു പർപ്പസിനെ നമ്മൾ കാണുകയും അവിടത്തേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ ഏതൊക്കെ റൂട്ടിലൂടെയാണ് പോവേണ്ടത്, എന്തൊക്കെയാണ് അതിനുവേണ്ടി നമ്മൾ ചെയ്യാനുള്ളത് എന്നെല്ലാം നമ്മൾ ആദ്യമായിട്ട് മൈൻഡിൽ കാണുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ ലോകത്ത് ഏതൊരു സംരംഭം ഉണ്ടായിട്ടുണ്ടെങ്കിലും ആദ്യം അതെല്ലാം വന്നിരിക്കുന്നത് ഒരു വ്യക്തിയുടെ മൈൻഡിലായിരിക്കാം.
നമുക്ക് എത്രയോ ലോകമഹാത്ഭുതങ്ങൾ എന്ന് പറയപ്പെടുന്ന പല വസ്തുക്കളുണ്ടെങ്കിലും നമുക്ക് തന്നെ അറിയാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എന്തേലും ഒന്ന് ഇന്ന് എന്താണ് ഭക്ഷണം ഉണ്ടാക്കേണ്ടത്, ആ ഒരു ഭക്ഷണം ഇന്നത് ഉണ്ടാക്കണം എന്ന് പെട്ടെന്ന് പോയി നമ്മളൊരു സാധനം എടുത്ത് ആ ഭക്ഷണം ഉണ്ടാക്കുകയല്ല ചെയ്യുന്നുള്ളത്. ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുള്ളത്. അങ്ങനെ ഇന്ന് എന്താണോ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് നോക്കി അത് മനസ്സിൽ ആ ഒരു സാധനം ഉണ്ടാക്കേണ്ടതിനെ കുറിച്ച് ഒരു ചിന്ത വരികയാണെങ്കിൽ നമ്മൾ പോയി കിച്ചണിൽ പോയി ആ സാധനങ്ങൾ ഉണ്ടാക്കേണ്ട എന്തൊക്കെ സാധനങ്ങളാണോ വേണ്ടത് അതെല്ലാം ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ചായിരിക്കും പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ചിന്തകളിൽ നിന്നാണ് ഉണ്ടാവുന്നുള്ളത്. ആ ചിന്തകളിൽ നിന്ന് നമ്മളുടെ ജീവിതം തുടങ്ങി ആ ചിന്തകൾ പിന്നീട് അത് നമ്മളുടെ ഒരു ബിഹേവിയറായി മാറുകയും പിന്നീട് അത് നമ്മളുടെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് നമ്മൾ അത് ഒരു ഫസ്റ്റ് വൺ അത് ശീലങ്ങളായി മാറി പിന്നീട് അതൊരു ബിഹേവിയറായി മാറി പിന്നീട് നമ്മുടെ ജീവിതമായി മാറുകയാണ് ചെയ്യുന്നത്. ഒരു സർക്കിളായിട്ട് അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മളിൽ ഉണ്ടാവുന്ന ചിന്ത ഒരു നെഗറ്റീവായ ചിന്തകളാണെങ്കിൽ, നെഗറ്റീവ് ചിന്തകളാണ് നമ്മളിൽ നിന്ന് ഉടലെടുക്കുന്നതെങ്കിൽ നെഗറ്റീവ് ചിന്തകളുടെ ഫലമായി നമുക്ക് ലഭിക്കുക നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കാം. ആ നെഗറ്റീവ് ചിന്തകളിലൂടെ നെഗറ്റീവ് റിസൾട്ട് വന്നുകൊണ്ടിരിക്കും. വീണ്ടും നെഗറ്റീവ് റിസൾട്ടുകളിൽ നിന്ന് നമുക്ക് വീണ്ടും വരിക നെഗറ്റീവായ ചിന്തകളായിരിക്കാം. അതേസമയം നമ്മൾ എവിടെ നിന്നാണോ അവിടെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്, എവിടെ നിന്നാണോ നമ്മൾ അതിനൊന്ന് കട്ട് ചെയ്യാൻ പോകുന്നത്, അവിടെ വെച്ച് നമ്മൾക്ക് അതിനെ പോസിറ്റീവിലേക്ക് നമുക്ക് തിങ്ക് ചെയ്ത് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഇതുവരെ ജീവിച്ച നമ്മുടെ ലൈഫ് സർക്കിളിൽ, നമ്മുടെ ജീവിത സർക്കിളിൽ ചിലപ്പോഴെങ്കിലും പലതും നമുക്ക് പോസിറ്റീവ് ആയിരിക്കില്ല, എല്ലാം നമുക്ക് നെഗറ്റീവ് ആയിരിക്കാം വന്നിരിക്കാം. അതിന് സാമ്പത്തികമായിക്കോട്ടെ, അതല്ലെങ്കിൽ മാനസിക തലത്തിലായിക്കോട്ടെ, അതല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, ഏത് തരത്തിലാണെങ്കിലും നമ്മളുടെ ജീവിതം അതൊരു നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ കാണപ്പെടുന്നുള്ളതെങ്കിൽ, എൻ്റെ ജീവിതം മാത്രം ഒരു നെഗറ്റീവ് സർക്കിളിൻ്റെ അകത്താണ് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനെ റെഡിയാക്കുക, അതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളത്. അവിടെ നിന്നാണ് എവിടെയാണോ നമ്മൾക്ക് ഒരു നെഗറ്റീവ് തോട്ട് വന്നിരിക്കുന്നുള്ളത് ആ ഓരോ നെഗറ്റീവ് തോട്ടിൽ നിന്നും അത് വീണ്ടും വീണ്ടും ആ നെഗറ്റീവ് കണക്ട് ചെയ്ത് അവസാനം നമ്മളുടെ ജീവിതം തന്നെ ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നുള്ളത് കാണാം. ഇനിയോ അതിനെ നമ്മൾ പോസിറ്റീവിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഇതായിരിക്കാം ഇപ്പോ, ഇനി ഈ സമയവും മാറി വരും, ഈ സമയവും മാറി വരുന്ന സമയത്ത് എനിക്കിത് അനുകൂലമായി വരും, എനിക്കിത് അനുകൂലമായി വരുന്ന സമയത്ത് ഇത് ഓക്കെ ആവും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നമ്മളുടെ ചിന്തകളെ തന്നെ ഒരു ഡൈവേർട്ടിലേക്ക് കൊണ്ടുവരാൻ നോക്കുകയാണെങ്കിൽ, നമ്മുടെ ചിന്തകളെ നമ്മൾ ആദ്യമായിട്ട് ഒരു ഡൈവേർട്ടിലേക്ക് വിടുകയാണെങ്കിൽ ആ ചിന്താതലത്തിലൂടെ നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റും. ആ ചിന്തകളിലൂടെ നമ്മളുടെ ചിന്തകൾ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിൽ അറിയാതെ നമ്മൾക്ക് ഇത്രയും ഒരു സർക്കിളിലൂടെ നാം നെഗറ്റീവായ നമുക്ക് എല്ലാം ഞാൻ വിചാരിക്കാത്ത രീതിയിലാണ് എന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ എവിടെ നിന്നെങ്കിലും ഇത് മാറും എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതോടു കൂടി അറിയാതെ ഒരു തലത്തിൽ നമുക്ക് ഒരു പോസിറ്റീവിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യാനുള്ളത് നമ്മളുടെ ജീവിതം മറ്റുള്ളവരുടെ കൈകളിൽ അർപ്പിക്കാതെ, നമ്മളുടെ സന്തോഷം മറ്റുള്ളവരുടെ കൈകളിൽ അർപ്പിക്കാതെ നമ്മുടെ സന്തോഷം നമ്മളുടെ കൈകളിലേക്ക് ആക്കി മാറ്റുക എന്നുള്ളതാണ്. നമ്മുടെ ചിന്തകളിലൂടെ നമ്മൾക്ക് നെഗറ്റീവാണ് വരുന്നുള്ളത് എങ്കിൽ അത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാം മറ്റുള്ളവരെ ആയിരിക്കാം. നമ്മളുമായിരിക്കുന്ന, നമ്മളുടെ കൂടെ താമസിക്കുന്ന, അതല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന എന്തേലും ഒരു ബുദ്ധിമുട്ടുകൾ നമുക്ക് വരികയാണെങ്കിൽ അത് അവർ കാരണമാണ്, അവർ അങ്ങനെ ആയതുകൊണ്ടാണ്, അവർ അത് ചെയ്തത് കൊണ്ടാണ്, അവർ ഇത് പറഞ്ഞത് കൊണ്ടാണ്, അതല്ലെങ്കിൽ എന്നെ പണ്ട് എൻ്റെ പാരൻസ് വേണ്ട പോലെ നോക്കാത്തത് കൊണ്ടാണ്, അങ്ങനെയൊക്കെയുള്ള പല ചിന്തകളും നമുക്ക് വരാം. ഇങ്ങനെയുള്ള ചിന്തകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇല്ല, ഇതൊക്കെ കഴിഞ്ഞതാണെങ്കിലും ഇനി എൻ്റെ ജീവിതം എൻ്റെ കയ്യിലാണ്, അതുകൊണ്ട് ഞാൻ ഇനി മുന്നിലോട്ട് എൻ്റെ ജീവിതത്തെ പോസിറ്റീവിലേക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ആ രീതിയിലേക്ക് നമ്മൾ നമ്മളുടെ ചിന്തകളെ മാറ്റിക്കൊണ്ടുവരുമ്പോൾ, എൻ്റെ സന്തോഷത്തെ എൻ്റെ കയ്യിലാക്കി വെക്കുമ്പോൾ, എൻ്റെ സന്തോഷത്തിന്റെ താക്കോൽ ഞാൻ മറ്റുള്ളവരുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാതെ, ചിലപ്പോൾ മറ്റുള്ളവർ നമ്മളോട് പെരുമാറുന്നുള്ളത്, മറ്റുള്ളവർ നമ്മളോട് ബിഹേവിയർ ചെയ്യുന്നത് അവർക്കറിയാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ക്യാരക്ടറിലായിരിക്കാം.
പക്ഷെ നമ്മളിലേക്ക് അത് എത്തിപ്പെടുക എന്നുള്ളത് നാം ഉദ്ദേശിക്കുന്ന രീതിയിൽ ആയിക്കൊള്ളണം എന്നില്ല. അത്തരം സാഹചര്യങ്ങളിലും സംഭവങ്ങളിലും വരുന്ന സമയത്ത് ഇറ്റ്സ് ഓക്കെ എന്നുള്ളത് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നമ്മൾ അവരെ ഒന്ന് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക്, നമ്മൾ ഇതിനു മുമ്പ് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ വിഷയം പറഞ്ഞതായിരുന്നു, അവിടെ നമ്മൾ ഒന്ന് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വന്നുകൊണ്ട് ഇവർ ഇങ്ങനെ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇവർക്ക് കുഞ്ഞുനാളിൽ കിട്ടിയ ഏതെങ്കിലും ഒരു സംഭവമായിരിക്കാം, അതല്ലെങ്കിൽ അവർ ഇപ്പോൾ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു സാഹചര്യം ആയിരിക്കാം, എന്തും ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ അവരെ നമ്മൾ മനസ്സിലാക്കി മാറുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളുടെ സന്തോഷത്തെ നമ്മുടെ കൈകളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറ്റും. നമുക്ക് ഏതൊരു സംഭവമാണോ നമുക്ക് ഒന്നുകിൽ ടെൻഷൻ ആയിട്ടോ ഫീലിങ്സ് ആയിട്ടോ വരുന്നുള്ളതെങ്കിൽ ഇതെല്ലാം നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ചിന്താഗതിയിലാണ് വരുന്നുള്ളതെങ്കിൽ പോലും മുൻകാലത്ത് കഴിഞ്ഞു പോയ പല സംഭവങ്ങളിൽ നിന്നും ആയിരിക്കും ഉണ്ടാവാം. ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു യാത്ര പോവാണ്. അങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിപ്പെടുമ്പോൾ ചിലപ്പോൾ 2-3 വർഷം മുമ്പ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ട് പോകുമ്പോൾ ആ ഒരു സ്ഥലത്ത് എത്തുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ആ ഒരു സ്പോട്ടിലേക്ക് എത്തുന്ന സമയത്ത് ആ ഒരു ഓർമ്മകൾ വരികയും അന്ന് നമ്മൾ അനുഭവിച്ച അതേ ഫീലിങ്സ് നമ്മളിലേക്ക് വരികയും, അതല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മളെ വേദനിപ്പിച്ച് നമ്മളെ കരയിപ്പിച്ച് നമ്മളെ കുറ്റപ്പെടുത്തിയ ഏതെങ്കിലും ഒരു വ്യക്തി നമ്മൾ ഏതേ ഒരു ഫംഗ്ഷനിക്ക്, ഒരു കല്യാണത്തിനോ ഒരു വിരുന്നിനോ നന്നായിട്ട് ഡ്രസ്സൊക്കെ അണിഞ്ഞൊരുങ്ങി നല്ല രീതിയിൽ പോയതാണ്, ആ ഒരു വ്യക്തി അവിടെ ഉണ്ടാവുമെന്ന് ഒരു കാരണവശാലും നമ്മൾ ചിന്തിച്ചതല്ല. പൊടുന്നനെ നമ്മൾ അവിടെ നിന്ന് എത്തിപ്പെട്ട സമയത്ത് പെട്ടെന്ന് നമ്മൾ ആ ഒരു വ്യക്തിയെ കാണുന്നു. കാണലോടുകൂടി നമ്മുടെ പഴയ ഓർമ്മകൾ വരികയാണ്, നമ്മളുടെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുകയാണ്. നമ്മുടെ സന്തോഷങ്ങൾ നഷ്ടപ്പെട്ടിട്ട് നമ്മൾക്ക് വീണ്ടും ആ ഒരു ഫംഗ്ഷനിൽ നമുക്ക് നല്ല രീതിയിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? പഴയ കാലത്തെ സംഭവങ്ങൾ ഇവിടെ പ്രസന്റിൽ നമ്മൾക്ക് വരികയാണ്. ഈ ഒരു സമയത്ത് ആ വ്യക്തി നമ്മളെ എന്തെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ആ വ്യക്തി നമ്മളെ എന്തെങ്കിലും കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമുക്ക് ആ ഒരു വ്യക്തിയെ കണ്ടപ്പോ, അതല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിയപ്പോ അന്നുണ്ടായ സംഭവം ഇന്നത്തെ ഈ ഒരു സെക്കൻഡിൽ നമുക്ക് അതേപോലെ നമ്മുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി വരികയാണ്. ഇല്ലേ? അങ്ങനെ നമ്മൾ ഒരുപാട് അനുഭവിക്കാറില്ലേ? ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയത്തൊക്കെ ചിലപ്പോൾ നല്ലതായിരിക്കാം, ചിലപ്പോൾ മോശമുള്ളതായിരിക്കാം. നല്ലതാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ മാഷ്, വെരി ഗുഡ്. അപ്പൊ നമുക്ക് നല്ലതാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അത് തന്നെ നമ്മളെ നെഗറ്റീവ് ആക്കുന്ന, നമ്മളെ സങ്കടത്തിലാക്കുന്ന ചിന്തകളും അനുഭവങ്ങളും ആണ് നമുക്ക് വരുന്നുള്ളതെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിറ്റുവേഷനിൽ, അതല്ലെങ്കിൽ ആരുടെയെങ്കിലും ശബ്ദം കേൾക്കുമ്പോൾ, അങ്ങനെ എന്തും ആയിക്കോട്ടെ നമ്മളുടെ ഉള്ളിലേക്ക് ഒരു ഫീലിങ്സ് വരുന്നുണ്ടെങ്കിൽ ആ ഫീലിങ്സിൽ വെച്ചായിരിക്കും വീണ്ടും നമ്മുടെ ഉള്ളിലേക്ക് ഓട്ടോമാറ്റിക്കായി പല ചിന്തകളും വരിക. അങ്ങനെ നമ്മുടെ മൈൻഡിലേക്ക് ഈ ചിന്തകൾ വരിക എന്നുള്ളത് നമ്മുടെ കൺട്രോളിലല്ല. ഓട്ടോമാറ്റിക്കായി നമ്മുടെ ഉള്ളിലേക്ക് ചിന്തകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഓട്ടോമാറ്റിക് തോട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ഈ ഓട്ടോമാറ്റിക് തോട്ട് കൊണ്ട് നമ്മൾ ഡിപ്രഷനിലേക്കും ആൻസൈറ്റിയിലേക്കൊക്കെ വന്നു പോകാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവിടെ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ആകെയുള്ള ഒരു വഴി നമ്മളുടെ സന്തോഷത്തെ കണ്ടെത്താനുള്ള ഉത്തരവാദിത്തം നമ്മളുടെ കയ്യിലേക്ക് എടുത്തു മാറ്റുക എന്നുള്ളതാണ്. പുറത്തു നിന്ന് വരുന്ന ഏതൊരു സാഹചര്യം ആയിക്കോട്ടെ, പുറത്തുനിന്നുള്ള ഏതൊരു സംഭവം ആയിക്കോട്ടെ, നമ്മൾ അതിന് ഏത് രീതിയിലേക്ക് എടുക്കുന്നു എന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്കൊരു ഗ്ലാസ് വെള്ളം, ആ ഒരു ഗ്ലാസ് വെള്ളത്തെ നമ്മൾ എടുത്തിട്ട് ഒരു പരന്ന പാത്രത്തിലേക്കാണ് നമ്മൾ അത് ഒഴിക്കുകയാണെങ്കിൽ ആ ഒരു ഗ്ലാസ് വെള്ളത്തിന് ഗ്ലാസിന്റെ ഷേപ്പിൽ തന്നെ നിൽക്കണം എന്ന് വാശി പിടിക്കാൻ വേണ്ടി പറ്റില്ല, അല്ലെ? പ്ലേറ്റിലേക്ക് എത്തുന്ന സമയത്ത് അത് പ്ലേറ്റിന്റെ മോഡലിലേക്ക് അത് മാറും. അതുപോലെ നമുക്ക് ആവശ്യമുള്ള അവസ്ഥയിലേക്ക് നമ്മൾ നമ്മുടെ ചിന്താഗതിയെ മാറ്റിക്കൊണ്ടുവരിക. അല്ലാതെ ഇവിടെ തന്നെ ഞാൻ ഇതേ അവസ്ഥയിൽ മാത്രമായിരിക്കും എനിക്ക് നിൽക്കാൻ വേണ്ടി പറ്റാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സന്തോഷത്തെ കണ്ടെത്താൻ വേണ്ടി പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് മറ്റുള്ളവരെ അതിക്രമിക്കാനോ മറ്റുള്ളവരെ ധിക്കരിക്കാനോ അല്ലെങ്കിൽ നമ്മൾ സ്വയം അഹങ്കരിച്ച് നടക്കാനോ ഉള്ളതല്ല. പകരം മറ്റുള്ളവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും നമ്മളെ നമുക്ക് സ്വയം മനസ്സിലാക്കാനും നമുക്ക് സന്തോഷം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തം ആണ് എന്നുള്ളത് തിരിച്ചറിയാനും മാത്രമാണ് ഈ ഒരു മാർഗം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് ഇൻഷാ അള്ളാ ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അത്രമാത്രം മൈന്യൂട്ടായ സംഭവങ്ങൾക്ക് പോലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി ശീലിക്കുക എന്നുള്ളതാണ്. വളരെ വലിയ സംഭവങ്ങളായിരിക്കണം എന്നില്ല നമുക്ക് സന്തോഷിക്കാനായിട്ട്. നമുക്ക് സന്തോഷിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സെക്കൻഡും ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്.
നമുക്ക് ഈ ഒരു സെക്കൻഡിലും ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നതിന്റെ സന്തോഷവും നമുക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഒരു 5 സെക്കൻഡ്, ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് ബ്രീത്ത് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തണം. ഒരു തടസ്സം വരണം, ശ്വാസത്തിനൊരു ബുദ്ധിമുട്ട് വരണം. അപ്പം മാത്രമായിരിക്കാം നമ്മൾ ഓരോ സെക്കൻഡുകളും എടുത്തുകൊണ്ടിരിക്കുന്ന ശ്വാസത്തിന്റെ വാല്യൂ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക. അപ്പൊ നമുക്ക് എന്താണോ നമുക്ക് സന്തോഷിക്കാൻ ഉള്ളത് എന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാനുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു നിമിഷവും നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ. നമ്മൾ ആരെങ്കിലും മരണം ആഗ്രഹിക്കുന്നുണ്ടോ പെട്ടെന്ന്? ഇല്ല, അല്ലെ? നമ്മൾ എന്നും ചോദിക്കുന്നത് ദീർഘായുസിന് വേണ്ടിയിട്ടാണ്, അല്ലെ? ദീർഘായുസിനും ആഫിയത്തിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു നിമിഷവും നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഭൂതി. നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. നമ്മൾ ഒരു യാത്ര പോവാണ്, നമ്മുടെ വാഹനം ഏതെങ്കിലും ഒരു അപകടത്തിൽ പെടുകയാണെന്ന് വിചാരിക്കാം. ഈ വാഹനം അപകടത്തിൽ പെട്ടു എന്നുള്ള ഒരു മെസ്സേജ് മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ മറ്റുള്ളവർ യാത്ര ചെയ്ത, നമ്മൾക്ക് വേണ്ടപ്പെട്ടവർ യാത്ര ചെയ്ത ഒരു വാഹനം അപകടത്തിൽ പെട്ടു എന്നുള്ള ഒരു മെസ്സേജ് നമ്മളിലേക്ക് എത്തിയാൽ നമ്മൾ ആദ്യം ചോദിക്കുന്നത് എന്താണ്? വാഹനത്തിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നാണോ? അതിലെ വ്യക്തികൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നാണോ? നമ്മൾ ആദ്യം ചോദിക്കുക അതിലുള്ള വ്യക്തികൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതായിരിക്കും, അല്ലെ? അങ്ങനെ ഒരു അപകടം മുന്നിൽ കാണുമ്പോൾ, അപകട സാധ്യതകൾ മുന്നിലേക്ക് വരുമ്പോൾ മാത്രമായിരിക്കാം നമ്മുടെ ജീവന്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്നുള്ളത്. അതേസമയം നമ്മൾ ഒന്ന് രക്ഷപ്പെട്ടാൽ, നമ്മളൊന്ന് ഓവർകം ചെയ്താൽ, അതല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ എതിരിൽ നിന്ന് വന്ന ഏതെങ്കിലും ഒരു വണ്ടിയിലൂടെ അപകടത്തിൽ നിന്ന് നമുക്ക് പൊടുന്നനെ രക്ഷപ്പെടാൻ വേണ്ടി പറ്റിയാൽ അൽഹംദുലില്ലാ രക്ഷപ്പെട്ടു എന്ന് നമ്മൾ പറയും. പക്ഷെ നമ്മൾ ചിലപ്പോൾ ഒരു യാത്ര തുടങ്ങിയിട്ട് 10-20 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴായിരിക്കാം നമ്മൾ വലിയൊരു കൊക്കയിലേക്ക് മറിയാൻ പോയതും മറിയാത്ത രീതിയിൽ നമുക്ക് കൺട്രോളിലേക്ക് കിട്ടിയതും നമ്മൾ രക്ഷപ്പെട്ടതും ചിലപ്പോൾ തീർന്നു എന്ന് വിചാരിച്ചതും തീർന്നിട്ടില്ല എന്ന് പിന്നീട് തിരിച്ചറിയുന്നതും, അല്ലെ? പക്ഷെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആ ഒരു അവസാന സെക്കൻഡിൽ നമ്മുടെ പ്രത്യക്ഷത്തിൽ ഒരു അപകടത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് നമ്മൾ കാണുമ്പോൾ നമ്മൾ അതിന് ആത്മാർത്ഥമായി ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ നമ്മൾ 10-20 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയതെങ്കിൽ, ഇവിടെ നമ്മൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്നത് വരെ റോഡുകളിൽ മറ്റു വാഹനങ്ങൾ പോയിട്ടുണ്ടായിരുന്നു, അല്ലെ? എത്രമാത്രം വാഹനങ്ങൾ പോയിട്ടുണ്ട്. നമ്മുടെ ഒരു വണ്ടി മാത്രമല്ലല്ലോ പോയത്, അല്ല. പക്ഷെ ഈ എല്ലാ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ വാഹനങ്ങൾക്ക് ഒരു തകരാറും ഇല്ലാതെ, ഒരു കേടുപാടും ഇല്ലാതെ, മറ്റു വാഹനങ്ങളൊന്നും തന്നെ നമ്മുടെ വണ്ടിയിലേക്ക് വന്ന് ഇടിക്കാതെ നമ്മുടെ സുരക്ഷയായി യാത്രയിലേക്ക് കൊണ്ടുപോയത് ആരാണ്? പക്ഷെ നമ്മൾ കാണുന്നത് അപകടം മുന്നിൽ കണ്ട് രക്ഷപ്പെട്ടപ്പോൾ മാത്രമാണ് നമ്മൾ അതിനെക്കുറിച്ച് തിരിച്ചറിയുന്നുള്ളതും അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നുള്ളതും. എന്നാൽ അപകട സാധ്യത മുന്നിൽ കാണാത്ത സമയത്തും നമുക്കത് കാണാത്ത സമയത്തും നമ്മളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട്, നമ്മളെ രക്ഷപ്പെടുത്തിക്കൊണ്ട്, നമ്മുടെ കൂടെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കെയർ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞു വന്നത്, നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ ഈ ഒരു നിമിഷവും നമ്മൾ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രം മതി. ഈ ഒരു നിമിഷവും നമ്മൾക്കുള്ള ജീവിതം മാത്രമാണ് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത്. ജീവനില്ല എങ്കിൽ, ആയുസ്സില്ല എങ്കിൽ പിന്നീട് നമുക്ക് വേറെ എന്തിനും വേറെ ഒരു അപകടത്തിൽ പെടാണ്, നമ്മൾക്ക് എത്രമാത്രം പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ സകല സമ്പത്തുകളും ഒരു ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾ അതിലേക്ക് ചെലവഴിക്കാൻ റെഡി ആയിരിക്കും, അല്ലേ? അപ്പോൾ അത്രമാത്രം ജീവന്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും, ജീവന്റെ വാല്യൂ നമ്മൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും, ആ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഓരോ നിമിഷവും നമ്മൾ ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കാറുണ്ട്, അല്ലേ? ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ എന്തൊക്കെയോ നല്ല നല്ല മുഹൂർത്തങ്ങൾ വന്നിട്ടുണ്ടോ അതെല്ലാം ആഘോഷിക്കുന്നവർ എല്ലാം ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ ഓരോ സെക്കൻഡും നമുക്ക് പുതിയതാണ്. ഇന്നിപ്പോ നമ്മൾ ഈ ക്ലാസ്സിലേക്ക് കയറിയ ഒരു സമയം നമുക്ക് കിട്ടുമോ? ഇല്ല. ഇന്നലെ ക്ലാസ്സിലേക്ക് കയറിയ സമയം നമുക്ക് കിട്ടുമോ? ഇല്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ സെക്കൻഡുകളും നമുക്ക് പുതിയതാണ് എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മോമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഓരോ സെക്കൻഡുകളും ഹാപ്പി മൂമെന്റ്സുകളാണ്. ഓരോ സെക്കൻഡുകളും ഹാപ്പി മൂമെന്റ് ആവുമ്പോൾ നമ്മൾക്ക് ഒരു ഹാപ്പി ന്യൂ ഇയർ വരുമ്പോഴോ, അതല്ലെങ്കിൽ നമ്മുടെ ബർത്ത്ഡേ വരുമ്പോഴോ, അതല്ലെങ്കിൽ നമ്മൾക്കുള്ള വേറെ ഏതെങ്കിലും നമ്മുടെ വിശിഷ്ടമാക്കപ്പെട്ട ദിവസങ്ങൾ വരുമ്പോഴോ നമ്മൾ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ, ഓരോ സെക്കൻഡുകളും നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ആഘോഷിക്കുക എന്നുള്ളതാണ്.
ഓരോ സെക്കൻഡുകളും നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ആഘോഷിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഓരോ സെക്കൻഡുകളിലേക്ക് നമ്മൾക്ക് ആഘോഷിക്കുകയാണെങ്കിൽ, ഓരോ സെക്കൻഡുകളിലും നമ്മൾ സന്തോഷിക്കുകയാണെങ്കിൽ, പിന്നീട് നമുക്ക് സങ്കടപ്പെട്ടിരിക്കാൻ നമുക്ക് സമയമില്ല, അല്ലേ? അങ്ങനെ നമുക്ക് സങ്കടപ്പെട്ടിരിക്കാൻ സമയമില്ലാത്തപ്പോൾ നമുക്ക് സങ്കടത്തിന്റെ ചിന്തകൾ നമ്മളിലേക്ക് വരില്ല, വിഷമത്തിന്റെ ചിന്തകൾ നമ്മളിലേക്ക് വരില്ല. അപ്പൊ ആ രീതിയിൽ ഇൻഷാ അള്ളാഹ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റട്ടെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിക്കാം. അപ്പൊ ഇൻഷാ അള്ളാഹ് സംശയങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. നാളെ കാണാം. ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ, ശരി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.